ശ്രീ ജയചന്ദ്രൻ കേട്ടല്ലോ അല്ലേ? അനൂപ് പറയുന്നത് TG പറഞ്ഞത് മനസ്സിലാക്കാം, പക്ഷേ ശ്രീ ജയചന്ദ്രൻ അങ്ങനെ പറയരുതായിരുന്നു ഒരു CPM സഹയാത്രികനായി ഇരുന്നു കൊണ്ടെന്ന്. കേട്ടു. അല്ല, ഇത് ഞാൻ ഇനി അത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം മഞ്ജുഷിൻ്റെ ചോദ്യത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, കേരള എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവിലല്ല ഞാൻ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. കാരണം ഇത് കോൺഗ്രസ് CWC ചേർന്നിട്ടാണല്ലോ ഭൂപേന്ദ്ര ഹൂഡ ഈ കാര്യം പറയുന്നത്, ഇന്ത്യയോട് പറയുന്നത് അദ്ദേഹമാണല്ലോ പറയുന്നത്. പിന്നീട് കോൺഗ്രസിൻ്റെ എക്സിലും വരുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ പെർസ്പെക്റ്റീവ് അതല്ല. പക്ഷേ സമ്മതിക്കില്ല, എൻ്റെ വായിക്കകത്ത് കമ്പിട്ട് കുത്താൻ വന്നാൽ പിന്നെ എനിക്കത് എന്താണെന്നുള്ളത് പറയാതെ പോയാൽ ഞാൻ പിന്നെ എന്താണ് പറയുന്നത്, ഞാൻ വെറും ഒരു വിഡ്ഢിയായി പോവില്ലേ മഞ്ജുഷ? അതുകൊണ്ട് ഞാനത് പറയുകയാണ്. ഈ എന്താണ് കോൺഗ്രസ് സ്വയം വിചാരിച്ചിരിക്കുന്നത് ആ പാർട്ടിയെ പറ്റി? ഇദ്ദേഹം പറഞ്ഞല്ലോ, ശ്രീ VR അനൂപ് ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഇന്ത്യ സഖ്യം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു മുന്നണി രൂപീകരിക്കുകയാണെങ്കിൽ പൊതു മിനിമം പരിപാടി ഉണ്ടാവും. ഇത് തന്നെയാണ് അതിൻ്റെ ഈ ചർച്ചയുടെ ആകെ തുകയായി വരേണ്ട ക്രക്സ് എന്ന് പറയുന്നത് ആ ഒരൊറ്റ വാചകമാണ്. ഇന്ത്യ മുന്നണിയുടെ സഖ്യമായി വരികയാണെങ്കിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ സഖ്യം ഇല്ലേ നിലവിൽ? അത് വ്യക്തമാക്കണം, കോൺഗ്രസ് പറയണം. കോൺഗ്രസ് പറയുന്ന അങ്ങനെ മുന്നണി ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ സഖ്യം ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ 18ാം ലോക്സഭയിലേക്കുള്ള ഇലക്ഷനാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും കേരളത്തിൽ LDF UDF മുന്നണികളായിട്ടാണല്ലോ മത്സരിക്കുന്നത്. LDFിൻ്റെ പ്രകടന പത്രിക അല്ലെങ്കിൽ UDFിൻ്റെ പ്രകടന പത്രിക ആ മുന്നണിയെ നയിക്കുന്ന CPMൻ്റെയോ കോൺഗ്രസിൻ്റെയോ പ്രകടന പത്രിക മാത്രമാണോ? അല്ലല്ലോ. ആ മുന്നണിയിലെ ഘടകകക്ഷികളെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്ത് അംഗീകരിച്ച് പ്രസിദ്ധീകരിച്ച് ജനങ്ങളെ അറിയിക്കുന്നതാണ് മുന്നണിയുടെ പ്രകടന പത്രിക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ മഞ്ജുഷ തുടക്കം മുതലേ പറഞ്ഞ 5 പുതിയ ന്യായങ്ങളും പുതിയ നീതികളും അതിൻ്റെ 25 വിഭാഗങ്ങളും എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സ്വന്തമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പൊതു മിനിമം പരിപാടി ഇന്ത്യയിൽ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല എന്ന് കോൺഗ്രസ് പ്രതിനിധി ഈ ചർച്ചയിൽ സമ്മതിക്കുകയും അത്തരമൊരു പൊതു മിനിമം പരിപാടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിപക്ഷ സഖ്യം ഉണ്ടാവുകയാണെങ്കിൽ രൂപപ്പെട്ടേക്കാമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്ന നിലയിലാണ് ഇപ്പോഴും പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്നുവെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധി ഈ ചർച്ചയിൽ പോലും പ്രകടിപ്പിക്കുന്നത്. അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതാണോ വേണ്ടത് എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആ പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെയാണ്, VD സതീശനല്ല. ഇന്ന് CWC കൂടിയല്ലോ, ഇത് പുതിയ ഗെയിം ചേഞ്ചർ ആണെന്ന് പറഞ്ഞത് AICCയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി അല്ലേ പറഞ്ഞത്? ആ സെക്രട്ടറിയാണ് തീരുമാനിക്കേണ്ടത്, അഭിപ്രായം പറയേണ്ടത്. ഇതാണോ ഗെയിം ചേഞ്ചർ ആവണമെങ്കിൽ ഒരു സഖ്യം എന്നുള്ള നിലയ്ക്ക് രൂപപ്പെടുകയും ആ സഖ്യത്തിൻ്റെ പൊതു മിനിമം പരിപാടിയായിട്ട് മുമ്പോട്ട് വരികയും വേണം. അനൂപ് ഇവിടെ 2004 കാര്യം ആവർത്തിച്ച് പറയുന്നത് കേട്ടു. ഇന്ത്യ ഷൈൻസ് എന്ന മുദ്രാവാക്യം വാജ്പേയി ഗവൺമെന്റ് മുമ്പോട്ട് വെച്ചിട്ട് എന്തുകൊണ്ട് പരാജയപ്പെട്ടു? അത് അനൂപ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചരിത്രം എവിടെയും മാഞ്ഞൊന്നും പോയിട്ടില്ല. അന്നത്തെ വിശകലനങ്ങളെല്ലാം ഇന്നും പബ്ലിക് ഡൊമൈനിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ മറ്റെവിടെയെങ്കിലും സെർച്ച് ചെയ്താലോ ഒക്കെ കിട്ടുന്നതേ ഉള്ളൂ. എന്താണ് പ്രധാനപ്പെട്ട കാര്യം BJPക്ക് സംഭവിച്ചത്, വാജ്പേയിക്ക് സംഭവിച്ചത്? വാജ്പേയിയുടെ പാർട്ടിക്കകത്ത് BJPക്കകത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനായ BMSൽ വാജ്പേയി ഗവൺമെന്റിന്റെ നടപടികളോട് വലിയ തോതിൽ അതൃപ്തിയും ഉണ്ടായിരുന്നു. ആ അതൃപ്തി പിന്നീട് എതിർപ്പായി മാറുന്നുണ്ട്. ആ അതൃപ്തിയും എതിർപ്പും RSS രാഷ്ട്രീയ സ്വയം സേവക സംഘവും എൻഡോഴ്സ് ചെയ്തതാണ് 2004 വാജ്പേയി ഗവൺമെന്റ് പരാജയത്തിന് കാരണം എന്ന് നിരവധി വിലയിരുത്തലുകൾ നടന്നിട്ടുണ്ട്. അതല്ലാതെ ഏകപക്ഷീയമായി UPA ജയിച്ച് കയറുകയൊന്നും ആയിരുന്നില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുകയും വേണ്ട കേട്ടോ. അതാ ഞാൻ പറയാം, ചരിത്രം മാഞ്ഞൊന്നും പോയിട്ടില്ല. മറ്റൊരു കാര്യം, 2004 ഇപ്പോൾ താരതമ്യപ്പെടുത്തേണ്ട. അല്ല, ഞാൻ പറഞ്ഞു 2000 എന്താണ് 2004 ചരിത്രം ഉണ്ടെന്നേ. അതല്ല ഇപ്പോഴത്തെ സാഹചര്യം എന്നുള്ളത് അനലൈസ് ചെയ്യുന്നവർക്കെല്ലാം മനസ്സിലാവുന്നതുമാണ്. താങ്കൾ കോൺഗ്രസിനെ എതിർക്കുവാനാണ് കൂടുതൽ സമയം കണ്ടെത്തുന്നത് എന്നാണ് അനൂപിന്റെ ഒരു പരാതി കേട്ടോ. അപ്പോൾ ഇതും കൂടി ആവുമ്പോൾ അത് പൂർണ്ണമാകും.
അല്ല അനൂപിന്റെ പരാതിയെ സംബന്ധിച്ച് പരിഹരിക്കാനല്ലോ ഞാൻ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്. ഞാൻ താങ്കൾ വിളിച്ചിട്ട് വന്നതാണല്ലോ. എനിക്കതിനൊന്നും മറുപടി പറയാനില്ല. കാര്യം കോൺഗ്രസിന്റെ ദൗർബല്യം എന്ന് പറയുന്നത് അവർക്ക് ഒരു നിലപാടുള്ള പദ്ധതിയോ പരിപാടിയോ അത് എന്നത് പോയിട്ട് കോൺഗ്രസിന് ഞാൻ ചോദിക്കട്ടെ, ഞാൻ പിന്നെ കർണാടക ഇലക്ഷന്റെ സമയത്ത് അതിനു മുൻപ് തന്നെ ഞാൻ പിന്നെ ചോദിച്ചിട്ടുള്ള ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, കോൺഗ്രസിന്റെ ബേസിക് ഐഡിയോളജി ഇപ്പൊ എന്താണെന്ന് ഒരു കോൺഗ്രസ്സുകാരൊന്ന് പറയാമോ? ബേസിക് ഐഡിയോളജി എന്താണ് കോൺഗ്രസിൻ്റെത്? എന്നെ ഒന്ന് പഠിപ്പിച്ചു തന്നാൽ മതി. എവിടെ വേണമെങ്കിൽ പോയി പഠിക്കാൻ ഞാൻ തയ്യാറാണ്. ഒന്ന് പറഞ്ഞു തരണം, പഠിപ്പിച്ചു തരണം. ഇതാണ് കോൺഗ്രസിന്റെ ബേസിക് ഐഡിയോളജി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്നാൽ മതി. അതുപോലും ഇല്ലാത്ത ഒരു സംഘമായിട്ട് കോൺഗ്രസ് മാറിയിട്ട് കാലം എത്രയായി മഞ്ജുഷേ? എത്രയായി? എവിടെയെങ്കിലും തീരുമാനിച്ചിട്ടാണോ? ഏതെങ്കിലും വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ചിട്ടാണോ 91 നരസിംഹറാവു തീരുമാനമെടുത്തത്? അല്ലല്ലോ. അതുകൊണ്ട് എന്ത് പറ്റി? നരസിംഹറാവു സ്ഥാനം ഒഴിഞ്ഞപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് AICC ആസ്ഥാനത്ത് മൃതദേഹം വെക്കാൻ പോലും കോൺഗ്രസിന്റെ പ്രസിഡന്റ് അനുവദിച്ചില്ല, AICC അനുവദിച്ചില്ല. ആ ചരിത്രമൊക്കെ ഞാൻ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. അത് ഞാൻ കോൺഗ്രസിനെതിരായതുകൊണ്ടാണോ? ചരിത്രം അങ്ങനെയാണ് അനൂപ, ചരിത്രം അങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ ചരിത്രം നിങ്ങളെയാണ് തുറച്ചു നോക്കുന്നത്, എന്നെയല്ല. അത് മനസ്സിലാക്കണം. അത് ഞാൻ 2004 കാര്യം ആവർത്തിച്ച് നിങ്ങൾ പറയുമ്പോൾ അത് വസ്തുത എന്താണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ളതിൽ എനിക്കുണ്ട്. ഇത്രയും കാലം 35 കൊല്ലമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് ഞാനേ. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ട് പറയണമല്ലോ. ശരി, ശ്രീ ടി ജി ഞാൻ പറഞ്ഞു വന്നതല്ല, മഞ്ജുഷിന്റെ ചോദ്യം പൂർത്തീകരിക്കട്ടെ. അപ്പോ ഈ കാര്യങ്ങൾ ഇടയ്ക്ക് പറയണ്ട. മഞ്ജുഷ അവസരം തരും അനൂപിന്. പ്ലീസ് ആ സഹിഷ്ണുത കാണിക്കൂ. ഇപ്പം നിങ്ങൾ അടിസ്ഥാനപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങൾ മുന്നണി ഉണ്ടാവുകയാണെങ്കിൽ താങ്കൾ പറയുന്നു. പക്ഷെ ചില നേതാക്കളൊക്കെ മുന്നണി ഉണ്ടെന്ന് പറയുന്നു, ചിലരങ്ങനെ ഇല്ല എന്ന് പറയുന്നു. താങ്കൾ ഇവിടെ വന്നിരുന്ന് പറയുന്നു മുന്നണി ഉണ്ടാവുകയാണെങ്കിൽ എന്ന് പറയുന്നു. അതൊക്കെ അത് ഫിക്സ് ചെയ്യൂ. എന്നിട്ട് പൊതു മിനിമം പരിപാടി ഉണ്ടാക്കൂ, അതുമായിട്ട് മുമ്പോട്ട് വരൂ. ഈ ന്യായം എന്ന് പറയുന്ന ഈ ഉടന്തടി പരിപാടി അതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഞ്ജുഷേ, ഇതെന്ന് പറയുന്നത് വെൽഫെയർ മെഷേഴ്സുമായിട്ട് ഒത്തിരി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണിത്. ഇപ്പോൾ ഈ പിന്നെ വനിതാ സംവരണത്തിന്റെ കാര്യം പറഞ്ഞു, ഇവർ നടപ്പാക്കിയ കാര്യം പറഞ്ഞു. കേരളത്തിലെങ്കിലും, ഞാൻ വേറെങ്ങും പോകുന്നില്ല, അനൂപ് പിന്നെ കേരളത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതുകൂടെ പറഞ്ഞിട്ടങ്ങ് നിർത്താമെന്ന് വെച്ചാണേ. 2009 ഇവിടെ തീരുമാനിച്ചത് വനിതാ സംവരണം കൊടുക്കാനായിട്ട്. അന്ന് LDF സർക്കാരാണ് തീരുമാനിച്ചത്. അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി. 2010 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ 50% നിശ്ചയിക്കപ്പെടുന്നത്. അങ്ങനെയാണ് കേരളത്തിൽ വൻതോതിൽ ഒരു സ്ത്രീ മുന്നേറ്റം അതിന്റെ ഭാഗമായിട്ട് വരുന്നതും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഒരു ഇരമ്പി ആർക്കൽ സ്ത്രീ സമൂഹത്തിന്റെ ഉണ്ടാവുന്നതും. എത്ര സ്ഥലങ്ങളിലുണ്ട് കോൺഗ്രസ് നിങ്ങൾ ഇത് നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങൾ? ഒന്ന് പറയൂ, എണ്ണി പറയണേ. ഞാൻ അഭിപ്രായം പറഞ്ഞു നിർത്തിയതിന് ശേഷം എന്നിട്ട് പറയണം 50% എവിടെയാണ്, ആരാണ് കൊടുത്തതെന്നൊക്കെ. നിങ്ങളുടെ തന്നെ ചെയ്തികൾ കൊണ്ടാണ്. സർക്കാർ ജോലികളുടെ കാര്യമാണ് കോൺഗ്രസ് ഈ നാരി ന്യായിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ല ശ്രീ ടി ജി മോഹൻദാസ്, ഈ വെൽഫെയർ സ്കീംസ് തന്നെയാണല്ലോ ഇതെല്ലാം. ഇപ്പോൾ അത് വിചിത്രമായ ഫലിതം എന്ന് പറയാൻ വെറും ഫലിതമല്ല മഞ്ജുഷേ, വെറും ഫലിതമല്ല, വിചിത്രമായ ഫലിതം എന്നതിനെ കുറിച്ച് പറയാൻ പറ്റൂ. ശരി.